ഇടുക്കി ഗ്രാമ്പിയിൽ വീണ്ടും കടുവയെ കണ്ടതിനെ തുടർന്ന് വനംവകുപ്പ് സ്ഥാപിച്ച 2 ക്യാമറയിലും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞില്ല. ഗ്രാമ്പിയിലെ ലയങ്ങളോട് ചേർന്ന് ഇന്ന് വീണ്ടും കൂടുതൽ ക്യാമറകൾ വനംവകുപ്പ് സ്ഥാപിക്കും. മേഖലയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കടുത്ത ആശങ്കയിലാണ് തോട്ടം തൊഴിലാളികൾ. ഈ റിപ്പോർട്ട് കാണാം, അതിനുശേഷം തത്സമയം റിപ്പോർട്ടർ. 7 മണിക്ക് പട്ടി ഭയങ്കര കുരയായിരുന്നു. അന്നേരം ഞങ്ങൾ കുറേ നേരം കുറച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ പെരയ്ക്കകത്തിരുന്ന് നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. അപ്പോൾ ഒരു 8 മണിയായപ്പോൾ വാതിൽ തുറന്ന് നോക്കുമ്പം അവിടെ നിന്ന് ചാടി ആ പാറക്കെട്ടിൻ്റെ അവിടെ നിൽക്കുന്ന ഞാൻ കണ്ടത്. പൂച്ചയെ പിടിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പം ഈ ആഴ്ചയാണ് അതിൻ്റെ ചെറിയ കുഞ്ഞുപൂച്ച ഉണ്ടായിരുന്നു. ആ കുഞ്ഞുപൂച്ചയെ കൊണ്ടുപോയി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് സൗമ്യയുടെ വളർത്തുപൂച്ചയെ കടുവ പിടികൂടിയത്. വെള്ളിയാഴ്ച വൈകുന്നേരം രാത്രി 8 മണിയോടെ വീണ്ടും സൗമ്യയുടെ വീടിന്റെ ഭാഗത്തു തന്നെ കടുവയെ നേരിട്ട് കണ്ടു. പേടിയുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാ മക്കളെ. ഒരു ഗ്രാമിനെ കൊന്ന് പകുതി വെച്ചിട്ടേച്ച് പോയി. ഒരെണ്ണത്തിന്റെ കഴുത്തെ കയറി പിടിച്ച് അതിനിപ്പോൾ മുറിയോടെ കിടക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഒരു പശുവിനെ കൊണ്ടുപോയി. ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? കഴിഞ്ഞ ബുധനാഴ്ച രാത്രി എസ്റ്റേറ്റിലെ ലയങ്ങളിൽ നിന്നും വളർത്തുമൃഗങ്ങളെ കടുവ പിടികൂടിയതിന് പിന്നാലെ വനംവകുപ്പ് പ്രദേശത്ത് 2 ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇന്നലെ ക്യാമറ പരിശോധിച്ചതിൽ നിന്നും കടുവയുടെ ദൃശ്യങ്ങൾ 2 ക്യാമറകളിലും പതിഞ്ഞിട്ടില്ല എന്ന് കണ്ടെത്തി. ഇന്ന് പ്രദേശത്ത് കൂടുതൽ ക്യാമറകൾ വനംവകുപ്പ് സ്ഥാപിക്കും. ഗ്രാമ്പിയിലെ ജനങ്ങൾക്കിടയിൽ കടുവാ ഭീതി ഒരാഴ്ച പിന്നിട്ടിട്ടും പഞ്ചായത്ത് അധികൃതരോ ജനപ്രതിനിധികളോ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന ആരോപണവും ഉയരുന്നുണ്ട്. അങ്ങനെ പിള്ളേർ പള്ളിക്കൂടം പോകണം, സ്കൂൾക്ക് പോകണം. ഞങ്ങൾ വയസ്സാവുന്നവർക്ക് ഇറങ്ങാൻ പറ്റിയല്ല. ഞങ്ങൾക്ക് ഭയമാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യണം. ഇവിടുത്തെ ആരും വന്ന് അന്വേഷിച്ചില്ല? മെമ്പർമാർ ആരും വന്നില്ല. ഇല്ല. വണ്ടിപ്പെരിയാറിലെ വിദ്യാലയങ്ങളിൽ പോയി വരുന്ന കുട്ടികൾ 2 കിലോമീറ്ററോളം നടന്നു വേണം ഗ്രാമ്പിയിലെ ലയങ്ങളിലേക്കെത്താൻ. ഇതും ഇവർക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. എത്രയും വേഗം തന്നെ കൂട് സ്ഥാപിച്ച് കടുവയെ പിടികൂടണമെന്ന ആവശ്യം ശക്തമാണ്. മാതൃഭൂമി ന്യൂസ്, കുമളി.